വിശ്വാസികളും ഡെഡ് സീ ആണെന്നറിയാം, ചാവുകടൽ പോലെയാണ് ജീവിക്കുന്നത്. ഒത്തിരി ദൈവത്തിൽ നിന്ന് പ്രാപിക്കും, മനുഷ്യരിൽ നിന്ന് സ്വീകരിക്കും, പക്ഷെ പുറത്തേക്ക് ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ ഗലീല കടൽ പോലെ ആയിക്കഴിഞ്ഞാൽ ലൈഫുണ്ട്, ഫ്ലോ ഉണ്ട്, ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ട്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ ഒരുമിച്ച് ഒരു മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക്, പുതിയ ആഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലുള്ള കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന സകല നന്മകളും, കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും, സകല വെളിപ്പാടും ദൂതും എല്ലാം പ്രാപിക്കുവാൻ, റിസീവ് ചെയ്യുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഈ സമയത്ത് തുറന്ന് കൊടുക്കാം. കർത്താവെ, ഞങ്ങളുടെ മധ്യയിൽ അങ്ങ് ഈ ആഴ്ച ഉടനീളം ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്കൊരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. മെസ്സേജിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു ഇലൈറ്റ് സ്പോൺസറാണ് ഉള്ളത്, സംഗീത ജോ ഫ്രം കുട്ടിക്കൽ. ഇന്ന് ഭർത്താവ് ജോ ജോസഫിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജോ ബ്രദർ. ഗോഡ് ബ്ലെസ് യു. ദൈവം നൽകിയ അത്ഭുതകരമായ അനുഗ്രഹത്തിന് നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ലോ വി താങ്ക് യു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ജോ ബ്രദറിനെ സ്പെഷ്യലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ വർഷം ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും വന്നു ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹങ്ങൾക്കും കൃപകളും എല്ലാം വർദ്ധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യകരമായും സന്തോഷകരമായ ഒരു ദീർഘായുസ് നൽകി കർത്താവെ ജോ ബ്രദറിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നമ്മൾ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കിന്നൊരു കോ സ്പോൺസറുണ്ട്. വി ഹാവ് ആലിൻ, ജോൺ ആൻഡ് റീറ്റു ഫ്രം മുംബൈ. ഇന്ന് ആലിൻ്റെയും റീറ്റുവിൻ്റെയും 7th വെഡിങ് ആനിവേഴ്സറി ആണ്. God bless you on this beautiful day. Congratulations on your 7th wedding anniversary. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് ആരോഗ്യമുള്ള ആൺകുട്ടിയെ നൽകിയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. When God bless you, what a blessing. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവ് ഇവർക്ക് ഉയരത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കരിയറിൽ സ്പെസിഫിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉയർച്ചകൾ ഉണ്ടാകട്ടെ. എല്ലാ ലൈഫിൻ്റെ ഏരിയാസിലും കർത്താവിൻ്റെ ബ്ലെസ്സിങ് ഇവർ കാണട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ലോർഡ്, ഐ പ്രേ ദാറ്റ് യു വിൽ ബ്ലെസ് ദിസ് ന്യൂ ഇയർ ഓഫ് മാരേജ്. ഐ പ്രേ ദാറ്റ് യു വിൽ ബ്ലെസ് ദ സൺ. ഈ കുടുംബത്തെ മുഴുവൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ് ഫോർ ലിസണിങ് ടു അവർ പ്രേയർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. Thank you so much for sponsoring. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഏമേൻ. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 9 തിങ്കൾ. വെൽക്കം. ഇന്നത്തെ ഫെബ്രുവരി 9 തിങ്കളാഴ്ച, ഇന്നത്തെ ഫോക്കസ് വേർഡ് ഈസ് പ്രൊവിഷൻ. കരുതൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള സപ്ലൈ, ഇതൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഫിലിപ്പ് ലേഖനം 4:19 ഫോക്കസ് വേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് മൈ ഗോഡ് വിൽ മീറ്റ് all your needs according to the riches of his glory in Christ Jesus. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ ക്രിസ്തുവേശുവിൽ തീർത്തു തരും എന്നുള്ള ആ വചനം ഒരു ഡെക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ഹെവൻലി റിസോഴ്സസ് ആർ റിലീസ്ഡ് ഫോർ മീ ടുഡേ. സ്വർഗീയമായ വിഭവങ്ങൾ എനിക്ക് ഇന്ന് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നു. I will lack no good thing. എനിക്ക് ഒരു നന്മയ്ക്കും മുടക്കമുണ്ടാകുകയില്ല. ഇതാണ് ഇന്നത്തെ പ്രഖ്യാപനം. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ഇന്ന് തന്നെ ആ ഭാഗങ്ങൾ വായിച്ച് ടിക്ക് ചെയ്യണേ. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുൻപ് മുതൽ ആവശ്യങ്ങൾ തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയം മുതൽ അതിന് വേണ്ട സപ്ലൈ വേണം. സോ അതിന് മാതാവിൻ്റെ ശരീരത്തിൽ നിന്നും അതിന് ലഭിക്കേണ്ടതെല്ലാം ലഭിക്കണമെങ്കിൽ ഒരു സപ്ലൈ ആവശ്യമാണ്. അതുമുതൽ കുഞ്ഞ് ജനിച്ച്, ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ തന്നെ പല പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അതിനെ റാപ്പ് ചെയ്യുന്നൊരു ക്ലോത്തുണ്ട്. അതുമുതൽ ഏറ്റവും അവസാനം ആൾ മരിച്ച് ശവക്കുഴിയിൽ വെക്കുന്നതിന് മുമ്പ് വയ്ക്കുന്ന ശവശീല അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഉടുപ്പിക്കുന്ന ഉടുപ്പ് വരെ
ഉള്ള എല്ലാം ദൈവം ഭൂമിയിൽ കരുതിയിട്ടുണ്ട്, ആക്ച്വലി കരുതിയിട്ടുണ്ട്. എന്നാൽ ചില സമയത്തൊക്കെ ചിലതൊക്കെ ഇല്ലായ്മകൾ, ദാരിദ്ര്യം, അല്ലെങ്കിൽ സപ്ലൈ ഇല്ല, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മളെല്ലാവരും പോകാറുണ്ട്. ചിലർക്ക് ആംപിൾ സപ്ലൈ കാണും, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജനിക്കുന്ന ചിലർക്ക് കാണും. എന്നാൽ ഭൂമിയിൽ അധികം പേരും പലതിൻ്റെയും ഷോർട്ടേജ് അനുഭവിക്കുന്നവരാണ്. ഈ സമയത്താണ് പ്രൊവിഷൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സപ്ലൈ. ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. പ്രൊവിഷൻ കംസ് ഫ്രം ഗോഡ്, നോട്ട് ഫ്രം സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങളിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് നമുക്കുള്ളതെല്ലാം വരുന്നത്. അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. എഴുതി വയ്ക്കുക. ഗോഡ് ഈസ് എ ട്രൂ സോഴ്സ് ഓഫ് ഓൾ പ്രൊവിഷൻ. നമുക്ക് ആവശ്യമുള്ള സകലത്തിൻ്റെയും ഉറവിടം, സ്രോതസ് ദൈവമാണ്. പീപ്പിൾ ആൻഡ് സിസ്റ്റംസ് ആർ ഓൺലി ചാനൽസ്. അതിൽ ചിലതൊക്കെ ആളുകളിലൂടെ ആയിരിക്കാം വരുന്നത്. മാതാപിതാക്കളിലൂടെ വരാം, ബന്ധുക്കളിലൂടെ വരാം, ഗവൺമെൻറ്റിലൂടെ വരാം, പലതിലൂടെയും വരാം. പക്ഷെ അതെല്ലാം ചാനലുകൾ മാത്രമാണ്. അതിൻ്റെ ഉറവിടം ദൈവമാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, ഈ സോഴ്സ് അഥവാ ഉറവിടം സ്ഥിരമായതുകൊണ്ടും ഒറ്റ വ്യക്തി ആയതുകൊണ്ടും, when one channel closes, God opens another. ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നുള്ള വരവ്, ഇൻഫ്ലോ നിന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവമാണ് ഉറവിടമെങ്കിൽ മറ്റൊരു ചാനലിലൂടെ, മറ്റൊരു വഴിയിലൂടെ ദൈവം അത് തന്നോളും. അതുകൊണ്ടാണ് ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. വരുമാന മാർഗ്ഗങ്ങൾ അടഞ്ഞു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ഇതുവരെ പിതാവ് എല്ലാ മാസവും അപ്പൻ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇതുവരെ ഒരാൾ സ്പോൺസർ ചെയ്തു, ഇനി സ്പോൺസർ ഇല്ല. എന്തു ചെയ്യും? എങ്ങനെ ജീവിക്കും? ഇതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ഫിലിപ്പിയർ ലേഖനം 4:19 പറയുന്ന, മൈ ഗോഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ. എൻ്റെ ദൈവമോ. സോ ദൈവമാണ് ഉറവിടം. സങ്കീർത്തനങ്ങൾ 23:1 എന്താണ് പറയുന്നത്? ഐ ലാക്ക് നത്തിങ്. സാം 23:1 ഐ ലാക്ക് നത്തിങ്. എനിക്കൊന്നിനും കുറവില്ല. ബിക്കോസ് ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. കർത്താവാണ് എൻ്റെ ഇടയൻ. യാക്കോബിൻ്റെ ലേഖനം 1:17 സാധാരണ ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം ഉപയോഗിക്കാറുള്ളൊരു വചനമാണ്. യാക്കോബ് 1:17 സാധാരണ വീടുകളൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ, ഡെഡിക്കേഷൻ സർവീസ് നടത്തുമ്പോഴൊക്കെ ഞാനിത് ഉപയോഗിക്കും. യാക്കോബ് 1:17 പറയുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് തന്നെ വരുന്നു. അതായത് എവ്രി ഗുഡ് ഗിഫ്റ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫാദർ ഓഫ് ഹെവൻലി ലൈറ്റ്സ്, ഇൻ ഹൂം ദർ ഈസ് നോ ഷാഡോ ഓഫ് ടേണിങ്. അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. എന്ന് വെച്ചാൽ ഈ ദൈവത്തിന് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ പറയുന്നത് വ്യക്തമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എത്ര പേർക്ക് മനസ്സിലായി? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രൊവിഷൻ, ദൈവത്തിൻ്റെ കരുതൽ. എല്ലാവരും ടൈപ്പ് ചെയ്തിടുക. പ്ലീസ്. കരുതൽ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരുതൽ. 1000 പ്രാവശ്യം ടൈപ്പ് ചെയ്തിടുക. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മിലേക്ക് പലതും എത്തുന്നത്, പൈസ എത്തുന്നത്, ഉടുപ്പെത്തുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് പല ചാനലുകളിലൂടെ ആയിരിക്കാം. പക്ഷേ ഉറവിടം ഒന്നേ ഉള്ളൂ, അത് ദൈവമാണ്. ഇനി ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണെന്നിരിക്കട്ടെ, ഈശ്വരവിശ്വാസിയാണെന്നിരിക്കട്ടെ, ആരായിരുന്നാലും അയാളുടെ വിശ്വാസം എന്താണെങ്കിലും അയാൾ ഈ ഭൂമിയിൽ വലിച്ചു വിടുന്ന ഓക്സിജൻ, വലിച്ചു കയറ്റുന്ന ഓക്സിജൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇത് വലിക്കുന്നത്. ഓരോ പ്രാവശ്യം വലിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സപ്ലൈ ആയ പ്രാണവായു, ഓക്സിജനാണ് ഈ വലിച്ചു കയറ്റുന്നത്. പക്ഷെ ദൈവമില്ല. ആ നന്മ അനുഭവിച്ചുകൊണ്ടാണ് ദൈവം നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്തു. ദൈവം എല്ലാവർക്കും കൃഷിയും ഇതെല്ലാം നെൽവിത്തും ആവശ്യമുള്ള ആഹാരവും സകലവും കർത്താവ് നൽകുന്നു. ഇത് സ്വീകരിച്ചുകൊണ്ടാണ് ദൈവമില്ല എന്ന് പറയുന്നത്. ചെറിയൊരു എക്സാമ്പിളിന് വേണ്ടി പറയാം. ഒരു 21 വയസ്സുകാരൻ പറയാം, ഞാൻ ഈ ഭൂമി ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ എനിക്ക് അപ്പനുമില്ല അമ്മയുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും?
നമ്മൾ മനസ്സിലാക്കി 21 വയസ്സുകാരന് വട്ടാണെന്ന് മനസ്സിലാക്കും. ഒരപ്പനും അമ്മയും ഇല്ലാതെ എങ്ങനെ നീ ഈ ഭൂമിയിലേക്ക് വന്നു? നിനക്കൊരു ഉറവിടമുണ്ട്. ഇതുപോലെ സർവ്വസൃഷ്ടി ചരാചരങ്ങൾക്കും ഒരു ഉത്ഭവമുണ്ട്. ആ ഉത്ഭവം എന്ന് പറയുന്നത് പ്രപഞ്ചമല്ല. അതിനപ്പുറത്ത് പ്രപഞ്ചത്തിൻ്റെയും നിർമ്മാതാവായ സൃഷ്ടാവായ ദൈവമാണ്. ദൈവാത്മാവാണ്. ഈ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല, ഈ ബ്രെയിൻ കൊണ്ട് ഗ്രഹിക്കാൻ സാധ്യമല്ല, പക്ഷേ ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ കഴിയും. മറ്റൊരു ഉദാഹരണം പറയാം. ദൈവമാണ് ഉറവിടം, മറ്റുള്ളതെല്ലാം ചാനലുകളാണ് അല്ലെങ്കിൽ ചാലുകളാണെന്ന് പറഞ്ഞു. എ റിവർ മേ ചേഞ്ച് ഇറ്റ്സ് പാത്ത്. ചില സമയത്ത് നദികൾ ഗതി മാറി ഒഴുകും. കേട്ടിട്ടുണ്ടോ? ചില പ്രത്യേക ഭൂപ്രകൃതിയിലെ മാറ്റങ്ങൾ നിമിത്തം ചില നദികൾ ഗതി മാറി വേറെ വഴിക്കൊഴുകും. ബട്ട് ദ സ്പ്രിംഗ് റിവർ നെവർ റൺസ് ഡ്രൈ. എന്നാൽ ആ സ്പ്രിംഗ് റിവറായിട്ടുള്ള നദി ഒരിക്കലും മറ്റൊന്നില്ലെന്നിരിക്കട്ടെ. ഇതുപോലെ ഗോഡ് സപ്ലൈ നെവർ ഫെയിൽസ് ഈവൻ വെൻ സർക്കംസ്റ്റാൻസസ് ചേഞ്ച്. സാഹചര്യങ്ങൾ മാറിയാലും ദൈവത്തിന് മാറ്റം ഇല്ല. ദൈവത്തിൻ്റെ സപ്ലൈക്ക് മാറ്റമില്ല. ഒരു സ്ഥലത്ത് വഴി അടഞ്ഞാൽ, സ്രോതസ് അടഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ദൈവം തുറക്കും. നമ്പർ 2 എഴുതി വെക്കുക. ഗോഡ്സ് പ്രൊവിഷൻ മാച്ചസ് അവർ നീഡ്സ്, നോട്ട് അവർ ഫിയേഴ്സ്. നമ്മുടെ ഭയം അനുസരിച്ചല്ല, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഗോഡ് പ്രോമിസസ് ടു സപ്ലൈ വാട്ട് വി നീഡ്. കർത്താവ് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി കറക്റ്റായിട്ടുള്ള പരിഭാഷ. ഫിലിപ്പിയർ 4:19. ഗോഡ് പ്രോമിസസ് ടു സപ്ലൈ വാട്ട് വി നീഡ്, നോട്ട് വാട്ട് വറി ഇമാജിൻസ്. നമ്മുടെ ആകുല ചിന്തകളിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്നതിനനുസരിച്ചല്ല ദൈവം പറയുന്നത്. പകരം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. മത്തായി 6:25 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ നിങ്ങൾ ആകുലപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിൽ ഈ വകയും ജാതികൾ അന്വേഷിക്കുക അല്ലെങ്കിൽ പേഗൻസ് അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വറി ഈസ് പ്രാക്ടിക്കൽ എത്തിയിസം എന്നാണ് പറയുന്നത്. നമ്മൾ ആശങ്കപ്പെടില്ലേ? ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും സ്ട്രെസ് അടിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം, ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ എത്തിയിസം. എന്ന് വെച്ചാൽ പ്രായോഗിക നിരീശ്വരവാദമാണ്. നമ്മൾ ഈശ്വര വിശ്വാസികളെന്ന് പറയും, ദൈവവിശ്വാസികൾ എന്ന് പറയുന്നവർ കർത്താവിൽ വിശ്വസിക്കുന്നു, ദൈവമുണ്ട്, ദൈവത്തിന് വേണ്ടി ദൈവത്തെക്കുറിച്ച് പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അകത്ത് ഭയങ്കരമായ അങ്കലാപ്പാണെന്നിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം ദേ ആർ പ്രാക്ടീസിങ് വാട്ട്? പ്രാക്ടിക്കൽ എത്തീസം. നിരീശ്വരവാദത്തിനെതിരെ സംസാരിക്കുമ്പോഴും അവർ നിരീശ്വരവാദികളെ പോലെയാണ് പ്രായോഗികമായി ജീവിക്കുന്നത്. കാരണം എൻ്റെ ദൈവം എന്നെ നടത്താൻ കഴിവുള്ളവനല്ല, എൻ്റെ ദൈവം കഴിവുകെട്ടവനാണ്. അല്ലെങ്കിൽ എന്നെ കരുതി നടത്താൻ പറ്റിയൊരു ദൈവം ഇല്ല എന്ന് പ്രായോഗികമായി അങ്ങ് വിശ്വസിച്ചുകൊണ്ട് ദൈവമുണ്ടെന്ന് പറയുകയും ചെയ്യും, നിരീശ്വരവാദികളെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. മത്തായി 6:31 മുതൽ 33 വരെ. മാത്യു 6:31-33. അവിടെ പറഞ്ഞ് സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം. ദൈവരാജ്യം ആദ്യം അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം കിട്ടും എന്ന് പറഞ്ഞു. സാം 34:10. 34-ാം സങ്കീർത്തനത്തിൻ്റെ 10. ദോസ് ഹു സീക്ക് ദ ലോർഡ് ലാക്ക് നോ ഗുഡ് തിങ്. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. കർത്താവിൻ്റെ തേടുന്നവർക്ക് നന്മയ്ക്കൊന്നും മുടക്കമില്ല. ഐസയ 41:10. ഏശയ്യാവിൻ്റെ പുസ്തകം 41:10. ഡു നോട്ട് ഫിയർ, ഐ വിൽ ഹെൽപ്പ് യു. ഭയപ്പെടരുത്, ഞാൻ നിന്നെ സഹായിക്കും. ചിലരോടൊക്കെ കർത്താവ് പറയുകയാണ് പേടിക്കേണ്ടെന്ന്, കർത്താവ് നിന്നെ സഹായിക്കും. ഒരു കുഞ്ഞ്, അപ്പനും അമ്മയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഭക്ഷണമേശയുടെ അരികിലിരിക്കുന്നൊരു കുഞ്ഞിന് ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, വ്യാകുലമൊന്നും വേണ്ട. കാരണം ട്രസ്റ്റ് റീപ്ലേസസ് ഫിയർ വെൻ വി നോ ഹൂ പ്രൊവൈഡ്സ്. കാരണം ആ കുഞ്ഞിനറിയാം, ഞാൻ പ്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ വന്ന് എനിക്ക് ഭക്ഷണം വിളമ്പും. അപ്പോൾ ഇന്ന് ചോറ് കിട്ടുമോ, ഇന്ന് കറി കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാർ ഇന്നെന്ത് കറി വെക്കും എന്നൊക്കെ ടെൻഷൻ അടിച്ചാലും പിള്ളേർക്ക് ടെൻഷനൊന്നുമില്ല. സമയമാകുമ്പോൾ ഭക്ഷണമേശയിൽ ഭക്ഷണം വരുന്നു, പിള്ളേർക്കറിയാം. ഇതുപോലെ നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം. നമ്പർ 3, പ്രൊവിഷൻ ഓഫ്റ്റൻ കംസ് ത്രൂ ഒബീഡിയൻസ് ആൻഡ് ഫെയ്ത്ത്. എന്നാൽ പലപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നത് പലതും
വിശ്വാസത്താലും അനുസരണത്താലുമാണ് നമ്മിലേക്ക് എത്തിച്ചേരുന്നത്. ഗോഡ്സ് മിറക്കിൾസ് ഓഫ് സപ്ലൈ ആർ കണക്റ്റഡ് ടു ആക്ട്സ് ഓഫ് ഒബീഡിയൻസ്, pouring oil, offering bread, casting nets. അതായത് കർത്താവ് പ്രവർത്തിച്ചിട്ടുള്ള മിറക്കിൾസൊക്കെ എടുത്തു വെച്ച് പഠിക്കുവാണെങ്കിൽ കയ്യിലുള്ള ചിലത് അനുസരണത്താൽ, വിശ്വാസത്താൽ ചിലത് ചെയ്യാൻ കർത്താവ് ആവശ്യപ്പെടും. ഉദാഹരണത്തിന് വിധവയുടെ എണ്ണ വർദ്ധിച്ച കഥ എല്ലാവർക്കും അറിയാം. 1 Kings chapter 17 verse number 13 through 16. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെ ഉള്ള വചനങ്ങൾ. അവിടെ വിധവയുടെ ആ എണ്ണ, അല്പം എണ്ണ ജാറിൽ ഇരിപ്പുണ്ട്, അല്ലേ, തുരുത്തിയിൽ ഇരിപ്പുണ്ട്. അതാണ് ഒഴിക്കാൻ പറഞ്ഞത്. ഇവൾക്ക് വിശ്വാസം ഇല്ലെന്നിരിക്കട്ടെ, ജാറ് കൈ പിടിച്ചേക്കുക. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതാകെ ഇത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് അതിലേക്കും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ജാറിൽ നിന്നും മറ്റേ പാത്രത്തിലൊക്കെ കൂടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതുപോലും ഇപ്പോൾ ഒരു അടയെങ്കിലും ഉണ്ടാക്കാം. ഇനി അതുപോലും ഉണ്ടാക്കാൻ പറ്റില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു വർധനവും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വിശ്വാസത്താൽ ഒരു അനുസരണത്തിൻ്റെ പ്രക്രിയ ആവശ്യമായിരുന്നു. അതുപോലെ ജോൺ 6:9-13, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 9 മുതൽ 13 വരെ വായിക്കുമ്പോൾ ഒരു ചെറുക്കൻ്റെ ലഞ്ച് ഓർക്കുന്നുണ്ടോ? ഒരു ചെറുക്കൻ്റെ, ഒരു ബോയ്, ഒരു ആൺകുട്ടി തൻ്റെ ലഞ്ച് ബോക്സ് എടുത്ത് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ്റെ മമ്മി അവന് റെഡിയാക്കി പ്രാർത്ഥനയ്ക്ക് പോവുക, അവന് പാക്ക് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതെങ്ങാലും കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ പട്ടിണിയായില്ലേ? മമ്മിയോട് ഞാൻ എന്തു പറയും? ഇനി എവിടെ നിന്ന് എനിക്ക് കിട്ടും? ഇതും കൂടി പോവില്ലേ? പക്ഷേ ആ കുട്ടി യേശുവിൻ്റെ കയ്യിലേക്ക് ആ 5 അപ്പവും 2 മീനും കൊടുത്തു. അതിലാണ് വർധനവുണ്ട്, അതിലാണ് സപ്ലൈ ഉണ്ടായത്. ലൂക്ക് 5 verse number 5-6, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-6 വചനങ്ങൾ വായിക്കുമ്പോൾ പത്രോസിനോട് പറയുന്നു, നിൻ്റെ വല അങ്ങ് കാണിച്ചു കൊടുക്കുക, പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട്, രാത്രി മുഴുവൻ ഈ പരിപാടിയായിരുന്നു. രാത്രി മുഴുവൻ വലയിടലായിരുന്നു. ഇപ്പോൾ വല കഴുകി ഇനി എങ്ങനെയെങ്കിലും കാലി വഞ്ചി, ഒട്ടിയ വയറ്, കാലി പോക്കറ്റൊക്കെ ആയിട്ട് ബിസിനസ് പൊട്ടി തകർന്ന് അന്നൊന്നുമില്ല. തിരിച്ചു പോകുമ്പോഴാണ് യേശു പറയുന്നത്, വലതുഭാഗത്താണെന്ന് തോന്നുന്നു, നോക്കിയാൽ മതി, ഇടാൻ പറയുന്നു. അല്ലെങ്കിൽ ആഴത്തിലേക്കോ എന്തോ പറയുന്നുണ്ട്, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാൻ പറയും. അതവൻ അനുസരിച്ചതുകൊണ്ട് ഒരു വലിയ അത്ഭുതം അവിടെ നടന്നു. ആ അനുസരണത്തിലാണ് സപ്ലൈ ഇരിക്കുന്നത്. എന്ത് പറയുന്നു അത് അനുസരിക്കുക. അടുത്തത് ഹീബ്രൂസ് 11 verse number 6, എബ്രായലേഖനം 11:6 പറയുന്നു, വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ്സ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ വിശ്വാസമാണ്. ദൈവമേ നീ നല്ലവനാണ്, ദൈവമേ നീ കരുതുന്നവനാണ്, ഇന്നയോളം കരുതിയതിനായി നന്ദി. ഇനിയും കർത്താവ് എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മക്കളുടെ ആവശ്യം എന്നോട് ചേർത്തങ്ങ് പറഞ്ഞു, നിവർത്തിക്കുവാൻ നീ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭാവിയിലേക്ക് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം എല്ലാ ആവശ്യങ്ങളും ചൊവ്വായി തരുവാൻ, തക്ക സമയത്ത് തരുവാൻ നിൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇനി അടുത്തത് നമ്പർ 4 എഴുതി വെക്കുക. പ്രൊവിഷൻ പ്രൊഡ്യൂസസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ജനറോസിറ്റി. ഇങ്ങനെ ദൈവം നമുക്ക് പലതും തന്നു കഴിയുമ്പോൾ, അതിലൂടെ കിട്ടിക്കഴിയുമ്പോൾ നോർമലി നമുക്ക് വരുന്നത് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തിനോടൊരു ഭയങ്കര നന്ദിയുള്ളവരായി നമ്മൾ മാറും. ആൻഡ് ജനറോസിറ്റി, അത് കൂടാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉദാരമനസ്കരായി നമ്മൾ മാറും. ഗിവിങ് നേച്ചർ നമ്മളിലുണ്ടാകും. അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. 2 Corinthians chapter 9 verse number 8-11, 2 കൊരിന്ത്യർ 9-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. അവിടെ പറയുന്നത് എബൗണ്ട് ഇൻ എവറി ഗുഡ് വർക്ക്. എപ്പോഴും പറയാറുള്ള കാര്യമാണ്. 2 കൊരിന്ത്യർ 9-ാം അധ്യായവും 8-ാം അധ്യായവും, ഇതിൻ്റെ മുമ്പുള്ള അധ്യായം, ഇത് രണ്ടും ഇറ്റ്സ് ഓൾ അബൌട്ട് മണി മാറ്റേഴ്സ്. വിശ്വാസികൾ പണം കൈകാര്യം ചെയ്തതിനെക്കുറിച്ചുള്ള അധ്യായങ്ങളാണ് 2 കൊരിന്ത്യർ 8, 9 അധ്യായങ്ങൾ. അതുകൊണ്ട് ആരെങ്കിലും സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അനേക പ്രാവശ്യം 2 കൊരിന്ത്യർ
8-ാം അധ്യായം 9-ാം അധ്യായം, ഈ മുഴുവൻ അധ്യായം, ഈ ഇരട്ട അധ്യായങ്ങൾ അനേക പ്രാവശ്യം വായിക്കണം. എങ്ങനെയാണ് നമുക്കുള്ള പണം, സമ്പത്ത് വർദ്ധിച്ചു വരുന്നത്? വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. വർദ്ധിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതിയിട്ടുണ്ട്. സോ ഈ 2 അധ്യായങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. 2 Corinthians chapter 9 verse number 8, 9, 10, 11 അവിടെ പറയുന്നത് യു വിൽ എബൗണ്ട് ഇൻ എവ്രി ഗുഡ് വർക്ക്. കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും വർദ്ധിച്ചു വരും. ഞാൻ ആ ഭാവം മൊത്തം എടുത്ത് വായിക്കുന്നില്ല. ഇന്നത്തെ എല്ലാ വചനങ്ങളും ആ പ്രസക്തമായ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ വചനങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എബൗണ്ട് ഇൻ എവ്രി ഗുഡ് വർക്ക്. നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും നിങ്ങൾ വർദ്ധിച്ചു വരും. കാരണം 8-ാം അധ്യായത്തിൽ മക്കദോന്യ സഭ അഥവാ മാസിഡോണിയൻ ചർച്ചിന് ലഭിച്ച വലിയൊരു കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മഹാകഷ്ടതയിലുമാണ്, വലിയ പീഡനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഇത്ര വലിയ ദാരിദ്ര്യത്തിലും അവർ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്തു, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് ദൈവം അവരെ എല്ലാ കാലത്തും, എല്ലായിടങ്ങളിലും, എല്ലാ ആവശ്യങ്ങളിലും വർദ്ധിച്ച് പെരുക്കി സകല സൽപ്രവൃത്തികളിലും വർദ്ധിച്ചു വരുമാറ് ദൈവം ധാരാളമായി അനുഗ്രഹിക്കും എന്ന് പൗലോസ് അവിടെ എഴുതുകയാണ്. അടുത്തത് ഡ്യൂട്രോണമി 8:18, ആവർത്തന പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പവർ ടു ഗെറ്റ് വെൽത്തിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സമ്പത്തുണ്ടാക്കുവാൻ, സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ അവൻ നിങ്ങൾക്ക് കൃപ തരും. വെൽത്ത് ഈസ് ആൻ അനോയിൻറ്റിങ്. പറഞ്ഞു വിശ്വസിക്കുമെന്നറിയില്ല. വെൽത്ത് അനോയിൻറ്റിങ് എന്ന ഒരു അനോയിൻറ്റിങ് തന്നെ ഉണ്ട്. ആ ഒരു അഭിഷേകം നമ്മുടെ മേൽ വരുമ്പോൾ ഈ ഭൂമിയിൽ പിതാവിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തിയും അനുഗ്രഹവും ഉണ്ടാവും. വെൽത്ത് ഉണ്ടാക്കാൻ, ക്രിയേറ്റ് ചെയ്യാനും അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനും, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കുറേയധികം ബാങ്ക് ബാലൻസ്, കുറേയധികം പ്രോപ്പർട്ടികളൊക്കെ മേടിച്ച് ഇട്ട് അവിടെ ഞാൻ വലിയ പണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ദൈവത്തിൻ്റെ കവനൻറ്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമുള്ള രീതിയിൽ കാര്യാദികളെ ചെയ്യുവാനുള്ള അനുഗ്രഹം ഉണ്ടാകും. അതാണ് ആവർത്തന പുസ്തകം 8:18 നമ്മൾ കാണുന്നത്. അടുത്തത് പ്രോവർബ്സ് 11:25, സദൃശ്യവാക്യങ്ങൾ 11:25. എ ജനറസ് പേഴ്സൺ വിൽ പ്രോസ്പർ. ഉദാരമനസ്കൻ അഭിവൃദ്ധിപ്പെടും, അനുഗ്രഹിക്കപ്പെടും. എന്ന് വെച്ചാൽ ഗിവിങ് നേച്ചറുള്ളവർ, ജനറോസിറ്റി ഉള്ളവർ, ധാരാളമായി മറ്റുള്ളവർക്ക് ദൈവത്തിനും കൊടുക്കുന്നവർ, അവർ പ്രോസ്പർ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും ധാരാളമായി അവർ മേൽക്ക് മേൽ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ എ റിസർവോയർ that keeps water becomes stagnant, but a flowing river brings life. God's provision is meant to flow through us. ഇപ്പോൾ ഒരു റിസർവോയർ, ഒരു ടാങ്ക് പോലെയുള്ള എന്തെങ്കിലും, അതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ ആ വെള്ളം അതിൻ്റെ ബ്രിം വരെ എത്തിക്കഴിയുമ്പോൾ അതവിടെ വെച്ചങ്ങ് നിലയ്ക്കും. പിന്നെ അതിന് ഒഴുക്കൊന്നുമില്ല, ആ ടാങ്കിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. എന്നാലൊരു നദി എടുത്താലോ, നദിയുടെ പ്രത്യേകത നദിയുടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെന്ന് നിൽക്കുക, ഒരു വടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഓരോ സെക്കൻഡും വെള്ളം അതിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് മുമ്പുള്ള വെള്ളമല്ല ഇപ്പോഴുള്ളത്, ഫ്രഷ് വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. ഫ്രഷായി പുതിയ വെള്ളത്തിൻ്റെ വോളിയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ജീവിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളൊരു റിവറായി, ഒരു ബോട്ടിലല്ല, ഒരു ടാങ്കല്ല, ഒരു റിവറായിരിക്കണം. അതുകൊണ്ടാണ് ഡെഡ് സീ, ചാവുകടൽ എന്നൊരു കടൽ നമ്മുടെ വാഗ്ദത്ത നാട് ഇസ്രായേലിലുണ്ട്. ചാവുകടൽ, ഡെഡ് സീയുടെ പ്രത്യേകത അതിൽ പുറത്തോട്ട് ഒഴുകുന്നേ ഇല്ല. അങ്ങോട്ട് ഒന്ന് വീണുകൊണ്ടിരിക്കുന്നതല്ലാതെ പുറത്തോട്ട് ഒഴുകുന്നില്ല. അതുകൊണ്ട് അത് കട്ടിയുള്ള, അതിഭയങ്കരമായി കട്ടിയുള്ളതായി മാറുന്നു. ജീവജാലങ്ങളൊന്നും അതിനകത്തില്ല, ഒരു മീൻ പോലുമില്ല, ഒന്നും അതിനകത്ത് വളരില്ല. കാരണം അതുപോലെ
ഈ എന്തായാലും മിനറൽസും ഒക്കെ അതിനകത്ത് ധാരാളമുള്ള സോൾട്ടിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് ഒന്നിനോട് വളരാൻ സാധ്യമല്ല. മാത്രമല്ല ആളുകൾക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് പത്രം വായിക്കാം, ബുക്ക് വായിക്കാം. കാരണം അതിനെ അത്രയ്ക്ക് കട്ടിയുള്ള വെള്ളമാണ്. എന്നാൽ ഗലീല കടലുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഗലീല കടലിൻ്റെ പ്രത്യേകത, അതിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും ഒഴുക്കുണ്ട്. യോർദാൻ നദിയിലേക്ക് വന്നു കയറുന്നു, പുറത്തേക്ക് ഒഴുകുന്നു. അത് ഫ്രഷ് വാട്ടറാണ്. അവിടെ വളരെ രുചിയുള്ള ധാരാളം സസ്യലതാദികളും അതുപോലെ തന്നെ മത്സ്യങ്ങളും ജലജന്തുക്കളും അതിനകത്തുണ്ട്. അവിടെ ലൈഫുണ്ട്. ഡെഡ് സീനെ അങ്ങനെ വിളിക്കാൻ കാരണം അത് ഡെഡാണ്. ദർ ഈസ് നോ ലൈഫ്, ദർ ഈസ് നോ ഫ്ലോ. അതുകൊണ്ട് നമ്മളാരും ഡെഡ് സീ ആകരുത്. എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നു, പുറത്തോട്ടൊന്നുമില്ല, അങ്ങനെ ആകരുത്. ഒത്തിരി വിശ്വാസികളും ഡെഡ് സീ ആണെന്നറിയാം, ചാവുകടൽ പോലെയാണ് ജീവിക്കുന്നത്. അവർ ഒത്തിരി ദൈവത്തിൽ നിന്ന് പ്രാപിക്കും, മനുഷ്യരിൽ നിന്ന് സ്വീകരിക്കും, പക്ഷെ പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല. എന്നാൽ ഗലീല കടൽ പോലെ ആയിക്കഴിഞ്ഞാൽ ലൈഫുണ്ട്, ഫ്ലോ ഉണ്ട്, ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോയും ഉണ്ട്. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഈ എല്ലാം നമുക്ക് ധാരാളമായി തരുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ബിക്കോസ് അവർ പ്രൊവൈഡർ ഈസ് ദ സെയിം, ദ സോഴ്സ് ഈസ് ദ സെയിം ആൻഡ് ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഈ വചനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എത്ര പേർക്ക് വിശ്വാസമുണ്ട് എൻ്റെ ദൈവം എന്നെ നടത്താൻ ശക്തനാണ്? അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് സെക്ഷനിലിടുക, എൻ്റെ ദൈവം മരണം വരെ എന്നെ നടത്തുവാൻ, എന്നെ കരുതുവാൻ ശക്തനാണ്. എനിക്കുള്ളതെല്ലാം കർത്താവ് കരുതിയിട്ടുണ്ട്. ടൈപ്പ് ചെയ്തിടുക. എല്ലാവരും ചെയ്യണം, എല്ലാവരും ടൈപ്പ് ചെയ്യുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. കൈനീട്ടം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഈ വർഷം ധാരാളമായി ദൈവത്തിൽ സ്വീകരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനും എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. രോഗസൗഖ്യം ആവശ്യമുള്ളവർക്ക് കൈനീട്ടാം. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാമ്പത്തിക വിഷയങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ആത്മഹത്യാ ചിന്തയൊക്കെ ഉണ്ട്, ഒരു വിടുതൽ വേണം. കർത്താവ് എല്ലാ ആവശ്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കണ്ണുകൾ സൗഖ്യമാകട്ടെ, ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ, നട്ടെല്ല് സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ക്യാൻസർ സൗഖ്യമാകട്ടെ. വലിയ മിറക്കിൾസ് ഇപ്പോൾ സംഭവിക്കട്ടെ. പുകവലിശീലത്തിൽ നിന്ന് ചിലർ പുറത്തു വരുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇടയ്ക്ക് തലചുറ്റി താഴെ വീഴുന്ന ആളുകൾ, ബ്ലാക്ക് ഔട്ട് ആകുന്നവർ, അവരെല്ലാം വിടുവിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു. മറ്റെല്ലാ ആവശ്യങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.